കേരളത്തിലെ ഈ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിൽ വളരെ ചുരുക്കം മലയാളീസ് മാത്രമേ വിസിറ്റ് ചെയ്യാറുള്ളൂ. അതിനുള്ള മെയിൻ റീസൺ ഇവിടുത്തെ എൻട്രി ചാർജസ് തന്നെയാണ് കേട്ടോ. 1 കിലോമീറ്റർ ട്രെക്കിംഗ് ചെയ്ത് പോവാൻ വേണ്ടി 6 ഇയേഴ്സ് ആൻഡ് എബോവ് 354 റുപ്പീസും ഇനി കേബിൾ കാർ വഴിയാണെങ്കിൽ 650 റുപ്പീസും ആണ് പെർ ഹെഡ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുമ്പോൾ സാധാരണക്കാർക്ക് അത്ര അഫോർഡബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് ആണെന്ന് എനിക്ക് തോന്നിയില്ല. എന്നിരുന്നാലും വേൾഡ്സ് ലാർജസ്റ്റ് ബേർഡ് സ്കൾപ്ചർ എന്ന അംഗീകാരമുള്ള ജഡായു എർത്ത് സെന്ററിൽ ആയിരക്കണക്കിന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് കേട്ടോ വർഷം തോറും വന്നു പോകുന്നത്. ടിക്കറ്റ് കൗണ്ടറിലെ ക്യൂ കണ്ട് പേടിച്ചിട്ടാണ് നടന്നു കയറാമെന്ന് തീരുമാനിച്ചത്. പിന്നീട് അത് നല്ലൊരു തീരുമാനമായെന്ന് തോന്നി. അതെന്താണെന്ന് വഴിയേ പറയാം. 1 കിലോമീറ്റർ ട്രെക്കിംഗ് വിത്ത് 826 സ്റ്റെപ്സ്, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വഴിയിലെല്ലാം വിശ്രമിക്കാനും വെള്ളം കുടിക്കാനുള്ള സൗകര്യമുണ്ട്. കാടിന്റെ നടുവിലൂടെ ഫ്രഷ് എയർ ഒക്കെ ശ്വസിച്ച് ഒരല്പം വിശ്രമിച്ച് സംസാരിച്ചൊക്കെ പോവുകയാണെങ്കിൽ 45 മിനിറ്റ്സ് കൊണ്ട് മുകളിലെത്താം. ഈ ഒരു സ്കൾപ്ചറിന്റെ ഭംഗി പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ. ഇറ്റ് മൈൻഡ് ബ്ലോയിങ്. മെയിൻ അട്രാക്ഷൻ ഈ ഒരു ബേർഡ് സ്കൾപ്ചറും രാമ ടെമ്പിളും പിന്നെ അവിടെ നിന്നുള്ള വ്യൂ ഒക്കെയാണ്. പൊരിഞ്ഞ വെയിലായതുകൊണ്ട് എല്ലാം വേഗം ഒന്ന് ചുറ്റിക്കണ്ട് വൺ വേ കേബിൾ കാർ ടിക്കറ്റ് എടുത്ത് തിരിച്ചിറങ്ങാന്ന് വെച്ചപ്പോൾ അവിടെ ഒടുക്കത്തെ തിരക്ക്. പിന്നെ തിരിച്ച് നടന്നു തന്നെ ഇറങ്ങി 20 മിനിറ്റ്സ് കൊണ്ട് താഴെ എത്തി. താഴെ എത്തിയപ്പോൾ അതാ നമ്മൾ മുകളിലേക്ക് പോകുമ്പോൾ ക്യൂവിൽ നിന്നവരൊക്കെ അപ്പോഴും ക്യൂ തന്നെയായിരുന്നു. കേബിൾ കാറിന്റെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തു അത്രേ. എന്താ റീസൺ എന്നൊന്നും അറിയില്ല. ബട്ട് ഇത്രയും തിരക്കുള്ള ടൈമിൽ ആളുകളെ മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്താതെ സ്മൂത്ത് ആയിട്ട് ഓപ്പറേഷൻസ് നടത്താനുള്ള പോംവഴി കൂടി ഇതിന്റെ മാനേജ്മെന്റ് ടീം കണ്ടെത്തേണ്ടിയിരിക്കുന്നതാണ് എനിക്ക് തോന്നിയത്.